നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കളവ് പോവുകയോ ചെയ്തിട്ടുണ്ടോ? മോഷ്ടിക്കപ്പെടുന്ന ഫോണുകൾ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് മുതൽ ടെററിസത്തിന് വരെ ഉപയോഗിച്ചേക്കാം. അവസാനം പോലീസ് അതിന്റെ ഉടമസ്ഥനെ തേടിയെത്താനും സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഫോൺ നഷ്ടപ്പെട്ടാൽ ഒരു പുതിയ സിം എടുക്കുകയും ഒരു FIR നൽകുകയുമാണ് ചെയ്യാറുള്ളത്. നമ്മൾ പുതിയൊരു ഫോൺ വാങ്ങി ഉപയോഗവും തുടങ്ങും. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റ് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. 2023 മാർച്ചോടെയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ലഭ്യമായി തുടങ്ങിയിട്ടുള്ളത്. ഈ സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഒരു വെബ്സൈറ്റിലൂടെയാണ് നമുക്കിത് സാധ്യമാവുന്നത്. ഇതിന്റെ പേരാണ് സെൻട്രൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, ചുരുക്കത്തിൽ CEIR. ഒപ്പം തന്നെ ഈ സൈറ്റിലെ ഡാറ്റാബേസ് ഉപയോഗിച്ച് നമുക്ക് സുരക്ഷിതമായി യൂസ്ഡ് ഫോണുകൾ വാങ്ങിക്കാനും കഴിയും. നമുക്ക് ഇത് രണ്ടും എങ്ങനെയെന്ന് നോക്കാം. ആദ്യം CEIR.gov.in എന്ന വെബ്സൈറ്റ് തുറക്കുക. CEIR സർവീസസിൽ നിന്നും ബ്ലോക്ക്, സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അവിടെ ആവശ്യമായ വിവരങ്ങൾ നൽകുക. നൽകേണ്ട വിവരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാം. മൊബൈൽ നമ്പർ, ഫോണിന്റെ IMEI നമ്പർ, ഡിവൈസിന്റെ ബ്രാൻഡ്, ഡിവൈസിന്റെ മോഡൽ എന്നിവ നൽകിയ ശേഷം മൊബൈൽ ഫോണിന്റെ പർച്ചേസ് ഇൻവോയ്സ് ഒരു ഫയൽ രൂപത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഫോണിന്റെ IMEI നമ്പർ നിങ്ങൾക്ക് ഫോൺ വാങ്ങിയ പെട്ടിയുടെ പുറത്തു നിന്നോ അല്ലെങ്കിൽ ഫോണിന്റെ ബില്ലിൽ നിന്നോ ലഭിക്കും. അതിന് താഴെ ലോസ്റ്റ് ഇൻഫർമേഷൻ ആണ് നൽകേണ്ടത്. ഫോൺ എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത്, എത്രാം തീയതിയാണ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്നാണ് നഷ്ടപ്പെട്ടത്, ഏത് സംസ്ഥാനത്ത് വെച്ചാണ് നഷ്ടപ്പെട്ടത്, ഏത് ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത്, നിങ്ങൾ FIR ഫയൽ ചെയ്ത പോലീസ് സ്റ്റേഷൻ ഏതാണ്, FIRന്റെ കംപ്ലൈന്റ് നമ്പർ എന്താണ്, പരാതിയുടെ കോപ്പി എന്നിവയാണ് ലോസ്റ്റ് ഇൻഫർമേഷനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ സെക്ഷൻ മൊബൈൽ ഫോൺ ഓണറുടെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ നൽകേണ്ടത്. ഓണറുടെ പേര്, അതുപോലെ തന്നെ അഡ്രസ്, ഐഡന്റിറ്റി, ആധാർ കാർഡ്, അതുപോലെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ഫയലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ നമ്മളിവിടെ പ്രത്യേകമായി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നൽകേണ്ടത് നമ്മുടെ ഇമെയിൽ ID ആണ്. അതിനുശേഷം സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന OTP എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ID ലഭിക്കുന്നതായിരിക്കും. ഈ റിക്വസ്റ്റ് ID വെച്ച് നഷ്ടപ്പെട്ട ഫോൺ തിരിച്ചു കിട്ടിയാൽ അത് അൺബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ റിക്വസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ ഡാറ്റാബേസ് സുരക്ഷിതമായി യൂസ്ഡ് ഫോൺ വാങ്ങുന്നതിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇത് നമുക്ക് സാധ്യമാകുന്നത് നോ യുവർ മൊബൈൽ എന്ന ഒരു ആപ്പിലൂടെയാണ്. അതിനായി ഈ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. പിന്നീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ ഫോണിന്റെ IMEI നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. *#06# എന്ന് കീപാഡിൽ ഡയൽ ചെയ്താൽ ഫോണിന്റെ IMEI നമ്പർ ലഭിക്കും. IMEI നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുത്താൽ ബ്ലോക്ക് ചെയ്ത ഫോൺ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോൺ ഒരു മോഷ്ടിക്കപ്പെട്ട ഫോൺ ആണോ എന്ന് തിരിച്ചറിയാം. ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക.